നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ ഡോക്ടറിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബ്ലഡ് റിപ്പോർട്ട് ഉണ്ട്. അത് നോക്കി ഡോക്ടർ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് പ്രമേഹ രോഗമാണ്. ഇനി മുതൽ നിങ്ങൾക്ക് മെഡിസിൻസ് എടുത്തു തുടങ്ങണം. ഈ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തലയാട്ടും. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകാൻ തുടങ്ങും. ഇനി എനിക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ? ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇനി എനിക്ക് കഴിക്കാൻ സാധിക്കില്ലേ? ഇനി അങ്ങോട്ട് ഞാൻ കഴിക്കുന്ന മെഡിസിൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമോ? ഇൻസുലിൻ എടുക്കേണ്ടി വരുമോ? എന്റെ അവയവങ്ങളെ, എന്റെ കണ്ണിനെ, എന്റെ ഹാർട്ടിനെ, എന്റെ വൃക്കകളെ ഇത് ബാധിച്ചു തുടങ്ങുമോ? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കൂടെ കടന്നു പോകാൻ തുടങ്ങും. കേരളത്തിലെ മിക്ക പ്രമേഹ രോഗികളുടെയും ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. എന്തായാലും അസുഖം വന്നു, ഇനി ജീവിതകാലം മുഴുവൻ അത് സഹിക്കണം. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് ജീവിച്ചുകൂടാ? ഈ ഒരു ചിന്താഗതി കൊണ്ട് തന്നെയാണ് കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുന്നതും അതിൽ ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നതും. ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രമേഹ രോഗം നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല, നിങ്ങളുടെ ജീവിതം അവസാനിക്കും എന്നുള്ളതിനൊരു കാരണവുമല്ല. ഇതിന് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണം മാത്രമാണ് ബ്ലഡിലുള്ള ഷുഗറിന്റെ അളവ് കൂടുന്നത്. ഇതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട വില്ലൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഉള്ള ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ. പാൻക്രിയാസ് എന്ന അവയവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഈ ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ കൂടി വരുന്ന അല്ലെങ്കിൽ ബ്ലഡിൽ കൂടി വരുന്ന ഗ്ലൂക്കോസിനെ നിങ്ങളുടെ സെല്ലുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. പക്ഷെ സെല്ലുകൾ ഈ ഗ്ലൂക്കോസിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് നിങ്ങളുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നത്. സോ ഈ ഒരു പ്രോബ്ലത്തെ റിസോൾവ് ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിലുള്ള കോശങ്ങൾ ഇൻസുലിൻ സെൻസിറ്റീവ് ആയിട്ട് മാറാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ പേടിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം. ഏതെങ്കിലും ഫംഗ്ഷൻസിന് പോയാൽ ഒരുപാട് കുറ്റബോധത്തോടു കൂടി ഭക്ഷണം കഴിക്കേണ്ടി വരില്ല. നിങ്ങളുടെ മെഡിസിൻസിന്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം. ഒരുപക്ഷെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മെഡിസിൻ ഇല്ലാത്തൊരു ജീവിതത്തിലേക്കും നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഈ ഒരു സത്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്.